സുരേഷ് വാര്യത്ത് ഗൂഗിൾ എഴുത്തുകാരനല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കും. അടുത്ത നോക്കട്ടെ. ഒന്ന് പോടോ, നീ എന്നെ ക്രിക്കറ്റ് പഠിപ്പിക്കണമെങ്കിൽ 7 ജന്മം ജനിക്കണം. നീ ഗൂഗിളുകാരനാണെന്ന് പണ്ടേ അറിയാം. ഗാവസ്കർ മീഡിയം ഫാസ്റ്റ് ബൗളറാണ് പോലും. എടോ, ധോണിയും ബൗൾ ചെയ്തിട്ടുണ്ട്. കോഹ്ലി, രോഹിത് തുടങ്ങി ലോകത്ത് പലരും ബൗൾ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പിന്നെ ബൗളേഴ്സ് ആണല്ലോ. പോയി പണി നോക്ക് പോ. അവിടെ ഇരിക്കട്ടെ, സംഭവം പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഇട്ടിരുന്ന ഒരു ജൂൺ മാസത്തിൽ ഇട്ടിരുന്ന ഒരു കപിൽ ദേവിൻ്റെ പോസ്റ്റിലൂടെ ഇങ്ങനെ പോയി നോക്കായിരുന്നു. അപ്പോൾ അതിലൊരു ഫോളോവറാണെന്ന് തോന്നുന്നു ഒരു വ്യക്തി അതിൻ്റെ ചുവടെ വന്നിട്ട് കമൻറ്റ് ചെയ്തതാണ്. ആദ്യത്തത്, നീ ഗൂഗിൾ എഴുത്തുകാരനല്ലേ? എനിക്കറിയാം. അതിനിപ്പോൾ അദ്ദേഹത്തെ തെറ്റ് പറയാൻ പറ്റില്ല, എന്നെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഈ ഗൂഗിൾ എഴുത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം ട്രാവലർ വെച്ചിട്ട് 1960കളിലേക്കും 70കളിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. നമുക്കറിയുന്ന കാര്യങ്ങൾ, നേരിട്ട് കണ്ട കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നതിന് ഗൂഗിളോ ഒക്കെ സെർച്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അറിവുള്ളവരോട്, വിവരമുള്ളവരോട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും അല്ലേ? അപ്പോൾ ഞാൻ ഗൂഗിൾ എഴുത്തുകാരൻ തന്നെയാണ്, വലിയ സംശയമൊന്നുമില്ല. ഡാറ്റകളുടെ ആക്യുറസിക്ക് വേണ്ടിയും പിന്നെ നമുക്ക് സംശയമുള്ള കാര്യങ്ങൾക്ക് തീർക്കാനും തീർച്ചയായും ഗൂഗിളിനെ ആശ്രയിക്കാറുണ്ട്, വിക്കിപീഡിയ ആശ്രയിക്കാറുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ്. കാരണം ഫേക്കായിട്ട് വായിക്കുന്നത് മണ്ടത്തരം എഴുതുന്നതിനേക്കാളും നല്ലതല്ലേ? അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത്, ഈ അതിലെനിക്ക് തമാശയായിട്ട് തോന്നിയത്, നീ എന്നെ 7 ജന്മം ക്രിക്കറ്റ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും നിനക്ക് കഴിയില്ല, അല്ലെങ്കിൽ നടക്കില്ല എന്നാണ് എഴുതിയത്. അപ്പം ഞാൻ ആലോചിക്കുന്നത് 2 വശങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം, അയാളെ പഠിപ്പിക്കാനൊന്നും ഞാനായിട്ടില്ല എന്നുള്ള, മേ ബി അങ്ങനെ ആയിരിക്കാം. രണ്ടാമത്തെ വേറൊരു വശം കൂടി ഉണ്ട്, എന്നെ 7 ജന്മം പഠിപ്പിച്ചാലും ഞാൻ പഠിക്കില്ല എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട് അതിൽ. അത് പോട്ടെ. അത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാനേജ്മെൻറ്റ് ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചത്. അതായത്, നമ്മൾ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ അതിൽ 2 ആസ്പെക്റ്റ് ഉണ്ട്. ആ കോൺവെർസേഷന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന് റിയാക്ഷൻ, ഒന്ന് റെസ്പോൺസ്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? റിയാക്ഷനും റെസ്പോൺസും രണ്ടും പ്രത്യക്ഷത്തിൽ നമ്മൾ മലയാള ഭാഷയിൽ പറയുമ്പോൾ പ്രതികരിക്കുക എന്ന് തന്നെയാണ്. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആക്ഷന് എഗെയിൻസ്റ്റായിട്ട് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ ബന്ധങ്ങളെ വഷളാക്കാനും റിയാക്ഷൻസിന് സാധിക്കും. റിയാക്ഷൻ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോടാ എന്ന് പറയുക, അല്ലെങ്കിൽ എന്താടാന്ന് തിരിച്ചു ചോദിക്കുക. അതാണ് റിയാക്ഷൻ. അത് നമ്മൾക്ക് വേണ്ടത് അങ്ങനത്തെ അടിയന്തര സന്ദർഭങ്ങളിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു പട്ടി കടിക്കാൻ വന്നു. ആ പട്ടിയോട് നമ്മൾ വേദം ഓതിയിട്ടൊന്നും കാര്യമില്ല, നമ്മൾ അതിനുള്ള ആക്ഷൻ കാണണം. ഒന്ന് ഈ കല്ലെടുത്ത് എറിയണം, അല്ലെങ്കിൽ സ്റ്റേണായിട്ട് അവിടെ നിന്നാൽ തിരിച്ചു പോയിക്കോളും. അങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരാൾ ആക്രമിക്കാൻ, അതായത് ഫിസിക്കലി ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ഷൻസ് ചെയ്യേണ്ടതാണ്. അതേസമയം റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയണോ, തിരിച്ചു പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, അതല്ലെങ്കിൽ അത് ബന്ധങ്ങൾ പെട്ടെന്ന് തിരിച്ചു പറഞ്ഞാൽ ബന്ധങ്ങൾ വഷളാവുമോ എന്നൊക്കെ നോക്കിയിട്ട് ശ്രദ്ധാപൂർവം റെസ്പോണ്ട് ചെയ്യാം. അതിനാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അത് ഒരുപാട് തിങ്കിങ് ആവശ്യമുള്ളൊരു സംഗതിയാണ് റെസ്പോൺസ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ വ്യക്തിയോട്, ഞാൻ ഇപ്പോൾ നേരത്തെ എന്നെ മോശമായിട്ട് സംസാരിച്ച വ്യക്തിയോട് ഞാൻ റെസ്പോണ്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല. കാരണം അത് ആരെന്ന് പോലും എനിക്കറിയില്ല. ഏതോ ഒരാൾ അയാളുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ അയാൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഈ പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ട് മെസ്സേജ് ഈ തെറി പറയാൻ വരുന്നവരും, ഇൻ കേസ് പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ച് സ്വന്തം മുഖം ആരും കാണിക്കാതെ പൂക്കളുടെയും നായയുടെയും പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ ഫോട്ടോ ഇടുന്നവരെയും പിന്നെ അതിൽ നിന്ന് വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്നും കഴിയുന്നത് അക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അയാളോട് ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ നമ്മൾ റെസ്പോൺസ് ചെയ്യുമ്പോൾ പല കോൺഫ്ലിക്റ്റുകളും ഒഴിവാക്കാം. ഇപ്പോൾ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ
ഒരു പക്ഷേ ഒരാൾ നമ്മളെ കളിയാക്കിയിരിക്കാം. ചിലപ്പോൾ അയാൾ വേണമെന്ന് വെച്ചിട്ടായിരിക്കില്ല, അയാളുടെ നേച്ചർ അങ്ങനെ ആയിരിക്കും. കളിയാക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഷോർട്ട് ടെമ്പേർഡാവും, BP കയറും, നമ്മുടെ ഹെൽത്ത് കേടുവരും. മാത്രവുമല്ല ആ ആളുമായിട്ടുള്ള സൗഹൃദം ചിലപ്പോൾ ഇല്ലാതെയാവും. അതേസമയം അത് ആലോചിച്ച് ശ്രദ്ധിച്ച് റെസ്പോണ്ട് ചെയ്യണം വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഓഫീസിലാണെങ്കിൽ തന്നെ നമ്മുടെ ബോസ് നമ്മളോട് എന്തെങ്കിലും ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പെട്ടെന്ന് തന്നെ ഷൗട്ട് ചെയ്യുന്നതിന് പകരം, അതല്ലെങ്കിൽ നമ്മൾ എന്താണ് അയാളെ പറഞ്ഞത്, ചിലപ്പോൾ അയാളുടെ വശത്ത് തെറ്റുണ്ടായിരിക്കാം, എങ്കിൽ പോലും നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. റിയാക്ഷൻ ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് റിയാക്ഷനേക്കാൾ കൂടുതൽ റെസ്പോണ്ടിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബൈ ബൈ. താങ്ക് യു.